അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്നൊരു പോത്തിറച്ചി കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് പോത്തിറച്ചി കൊണ്ടുപോകും നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് എന്നിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് പോത്തിറച്ചിയിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അതുകൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയിൽ നിന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില കൂടി അരച്ച് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതുകൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി നമുക്കൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് നമുക്ക് 3-4 പിസിൽ കേൾപ്പിച്ച് നമുക്ക് പുറത്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചേക്കുന്ന പോത്തിറച്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനുള്ള എരിയും ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു തീ കൂട്ടി വെച്ച് 2 പിസിൽ കേൾപ്പിച്ച് നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പോത്തിറച്ചി കറി നല്ലപോലെ പോത്തിറച്ചി നല്ലപോലെ വെന്ത് കറി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യമുള്ള ഗരം മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പോത്തിറച്ചി കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു.